കോട്ടയം മാങ്ങാനം ആനത്താനത്തിന് സമീപം കൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണു എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടിനും ആരാധനാലയത്തിനും കേടുപാട് സംഭവിച്ചു. ഇതുമൂലം 30 അടി ഉയരത്തിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണത്. വൻ ദുരന്തമാണ് ഒഴിവായത് എന്ന് പറയുന്നു. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ദൃശ്യം അതിൻ്റെയാണ്. ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ്. ടോബി, വിശദാംശങ്ങൾ. എസ്കെൻ, അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഇന്ന് കോട്ടയം ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ആ ശക്തമായ മഴയെ തുടർന്നാണ് നമ്മളിപ്പോൾ കാണുന്ന മാങ്ങാനത്തുള്ള ഒരു വീടിന്റെ പിൻവശത്തെ മൺതിട്ട ഇടിഞ്ഞത്. വലിയൊരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. ആ വീട്ടിൽ അന്നമ്മ മാത്യു എന്ന് പറയുന്ന ആളുടെ വീടാണ്. അവിടെ അന്നമ്മ മാത്യുവും 2 കൊച്ചുമക്കളും ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അടുക്കള ഭാഗത്തേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. അടുക്കളയ്ക്ക് തകരാറുണ്ട്. അതോടൊപ്പം തന്നെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സെന്റർ ഇതിന് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് വലിയൊരു കല്ല് ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഉരുണ്ട് വന്ന് അവരുടെ ഭിത്തി തകർക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപക്ഷെ വലിയൊരു ദുരന്തം ആയി മാറേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് അത്ഭുതകരമായി ആ വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നവരുമെല്ലാം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയൊരു ആശ്വാസത്തിന്റെ ഒരു നിമിഷമായിരുന്നു. എന്തായാലും ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഭിത്തി നിൽക്കുന്നത്, ആ മൺതിട്ട നിൽക്കുന്നത് അപകടകരമായ സാഹചര്യത്തിൽ തന്നെയാണ്. ഇനിയും മണ്ണ് ഇടിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. മഴയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ നമ്മൾ കണ്ടത് ശക്തമായിട്ടുള്ള കാറ്റാണ് കോട്ടയം ജില്ലയിൽ ഉണ്ടായത്. അതിശക്തമായിട്ടുള്ള കാറ്റ് വീശിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാഴ്ച കണ്ടു. ഏകദേശം 25-ലധികം വീടുകൾ ഈ ഒരു മരം വീണ് ഇത്തരത്തിൽ കാറ്റ് വീശി തകർന്നതായിട്ട് ഔദ്യോഗിക കണക്കുകൾ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള മഴ, ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു. മീനച്ചിലാറ്റിലും അതുപോലെ തന്നെ മണിമലയാറ്റിലും എല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ രാവിലെ തന്നെ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ട് ചെന്നു. കോട്ടയം കുമരകം റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചെങ്ങളം ഭാഗത്ത് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. നിലവിലെ നമുക്ക് ഔദ്യോഗിക വിവരം അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗിക റിപ്പോർട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അത് പുതുക്കി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിവിധ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. 45ഓളം ആളുകളാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളത് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പ്രത്യേക നിർദ്ദേശം, കർശന ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അതിശക്തമായ കാറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും തീക്കോയി മുതൽ വാഗമൺ വരെയുള്ള റോഡിലൂടെയുള്ള യാത്രയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലങ്ങളാണ് ഇല്ലിക്കക്കല്ല്, ഇലവീഴ, പൂഞ്ചിറ, അതുപോലെ തന്നെ മാർമല, അരുവി, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർശന ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ആറുകളുടെയും പുഴകളുടെയും എല്ലാം തീരത്തുള്ളവരും ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായാൽ ക്യാമ്പുകൾ കൂടുതൽ തുറന്ന് അവിടേക്ക് ആളുകളെ മാറ്റാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ്. എസ് കെ. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും നമുക്കൊപ്പം ചേർന്നത്.